എന്ന നാമം എന്നാൽ രക്ഷകൻ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം. നമ്മോടുകൂടെ ഇമ്മാനുവൽ, നമ്മോടുകൂടെ വസിക്കുന്ന രക്ഷകനായ യേശുവിനെ പരിചയമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞു പൈതങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. എങ്കിലും നമ്മൾ അധികവും യേശുവിൻ്റെ ആ രൂപം കാണുമ്പോൾ ഈശോപ്പ തമ്പായി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും തന്നെ, വിശുദ്ധ ബൈബിള് തന്നെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ചെറിയവൻ മുതൽ വലിയവൻ വരെ ആരും എന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഇന്ന് പൂജാതനായി തീർന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവായ യേശുവിൻ്റെ മഹത്വത്തെയും സ്നേഹത്തെയും കരുണയെയും അറിയാത്തവരായി ആരുമില്ല എന്ന് നമുക്കറിയാം. എന്നാലും അതിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ആഴം അറിയാത്തവരാണ്. യേശു ക്രിസ്തു കാൽവരിയിൽ പാപികൾക്ക് വേണ്ടി ബലിയാടായി തീർന്നു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തു എന്നൊക്കെ അറിയാം. പക്ഷെ അത് എന്തിനു വേണ്ടിയായിരുന്നു, ആർക്കു വേണ്ടിയായിരുന്നു ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കാം. അങ്ങനെ ആ ഒരു മാറ്റമേ ഉള്ളൂ. നമുക്ക് വേണ്ടി, നമ്മളെ ഓരോ മനുഷ്യനും വേണ്ടി മാത്രം തന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും സ്വർഗരാജ്യത്തിന് അവകാശികളായി നിത്യജീവന് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ ഉടമസ്ഥരാക്കി തീർക്കുന്നതിനും വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരിയിൽ സ്വന്തം ശരീരം ഇഞ്ചോടിഞ്ച് തകർക്കപ്പെട്ട് ആ തിരുരക്തം ഈ ഭൂമിയിൽ മഴ പോലെ പെയ്തിറങ്ങി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളിലേക്ക് ആ തിരുരക്തം ഒഴുക്കി ഇറക്കിയത് വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ വചനം വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. അപ്പസ്തോലന്മാര് ബന്ധിതരായി കാരാഗ്രഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് നേരം പുലരുമ്പോൾ അവരുടെ തല അറുക്കുവാൻ തക്കവിധം രാജാവ് കൽപ്പിക്കുമ്പോഴും നിരന്തരം രാവും പകലുമില്ലാതെ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചതിന്റെ ഫലമായി അവർക്ക് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു കിട്ടുകയും പുറത്തു പോകുവാനും രക്ഷപ്പെടുവാനും സാധിക്കുകയും ചെയ്യ സാഹചര്യത്തില് അവർക്ക് കാവലായി നിന്നിരുന്ന പടയാളി ചോദിച്ചതാണ്, രക്ഷപ്പെടുവാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഈ അപ്പസ്തോലന്മാരായ പത്രോസ്, പൗലോസ് അങ്ങനെയുള്ള യേശുവിന്റെ ശിഷ്യന്മാര് പറഞ്ഞു കൊടുത്ത വചനമാണ് അപ്പസ്തോല പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. മറ്റൊരുന്നിനെ കുറിച്ചും രക്ഷപ്പെടുന്നത് ഒരു വഴിയെ കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു അപ്പസ്തോലന്മാര് പറഞ്ഞു കൊടുത്തത് തന്റെ നാഥനായ യേശുവിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന്. കൽത്തുറുങ്കിലും അടയ്ക്കപ്പെട്ട കാരാഗ്രഹങ്ങളില് ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിതരായ അവസ്ഥയിൽ പോലും ഏകരക്ഷകനായ യേശു രക്ഷകനാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ, നിങ്ങളെ മോചിപ്പിക്കുവാൻ ശക്തനും മതിയായവനും മറ്റൊരു നാമമില്ല എന്ന് തന്നെ കൊല്ലുവാൻ കുന്തമുനകളാൽ അവർക്ക് വേണ്ടി കാവൽ നിന്ന പടയാളികളോട് ഉരുവിട്ടുകൊടുത്ത അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി